ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പോൾ ചൈനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ഹെൽത്തി സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ചൂടുകാലത്ത് നമുക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ധാരാളം കുക്കുംബറും ഇതൊക്കെ നമ്മൾ കഴിക്കണം. അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഈസി ആയിട്ട് ഒരു 2-3 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്ന സാലഡിൻ്റെ റെസിപ്പിയാണ്. പിന്നെ ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ പുറത്തുനിന്നൊക്കെ വരുമ്പോൾ നമുക്ക് എടുത്ത് കഴിക്കാം. അപ്പോൾ അത് വളരെ ഏറ്റവും ഈസി ആയിട്ടുള്ള സാലഡ് റെസിപ്പിയാണ് കേട്ടോ. ഇനി പലതരത്തിലുള്ള നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒന്നാണ് ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ അത് നമുക്ക് സാലഡ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഒരു ചെറിയ കുക്കുംബർ എടുത്തിട്ടുണ്ട്. കുക്കുംബറിൻ്റെ അളവാണ് കൂടുതൽ വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് തക്കാളി, പിന്നെ ക്യാരറ്റ്, വയലറ്റ് ക്യാബേജ് അല്ലെങ്കിൽ നമുക്ക് സാധാരണ നോർമൽ ക്യാബേജ് എടുക്കാം. നമുക്ക് വേണ്ടത് കുറച്ച് സവോള കട്ട് ചെയ്തത്. പിന്നെ നമുക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മുളപ്പിച്ച ചെറുപയർ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു ചെറിയ പീസ് ലൈം എടുത്തിട്ടുണ്ട് ലാസ്റ്റിൽ ഒഴിക്കാനായിട്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്ലേവറിനായിട്ട് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. മാറി മാറി ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഡെയിലി സാലഡ് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇന്ന് പെപ്പർ പൗഡർ ഇട്ടാൽ നാളെ നമുക്ക് ചാട്ട് മസാല അങ്ങനത്തെയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഇടാം. അല്ലെങ്കിൽ ബ്ലാക്ക് സോൾട്ട് അങ്ങനത്തെയൊക്കെ ഇട്ടിട്ട് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആക്കി മാറ്റാം. ഇന്നിപ്പോൾ പെപ്പർ പൗഡർ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വാഷ് ചെയ്ത് എടുത്താൽ മതി. എന്തായാലും നമ്മൾ പെപ്പറൊക്കെ ഇട്ട് ഇതിലും ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് കഴുകില്ല, അത് ചൂടുവെള്ളത്തിലായാൽ മതി. അപ്പോൾ ആ പച്ചച്ചോവ ഒന്ന് കോറി കിട്ടും. പിന്നെ തക്കാളി, കുക്കുംബറാണ് കൂടുതൽ വേണ്ടത്. ഈ വേനൽക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് കുക്കുംബർ തന്നെയാണ് കേട്ടോ. അതിന് ശേഷം നമുക്ക് മുളപ്പിച്ച ചെറുപയർ ഇട്ട് കൊടുക്കാം. അധികം മുളച്ച അലിയൊന്നും വന്നിട്ടില്ല കേട്ടോ, ഒരു ദിവസം ഇരുന്നതാണ്. അപ്പോൾ അത് വേണ്ടത് അത്ര ഇട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇതൊന്ന് ചൂടുവെള്ളത്തിലിട്ട് എടുത്തതാണ്. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന്. കുറച്ച് ലൈം പിഴിഞ്ഞു കൊടുക്കാം. പിന്നെ നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി പലതരത്തിലും നമുക്കിതിൻ്റെ ഫ്ലേവർ മാറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സാലഡിൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ഈ ചൂടുകാലത്ത് ഏറ്റവും അധികം കഴിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. ഇഞ്ചി കുക്കുംബറും ക്യാബേജും ടൊമാറ്റോ ഒക്കെ നല്ലതാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ ഇത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തുനിന്നൊക്കെ വന്നാൽ ഒരു ബൗൾ എടുത്ത് കഴിക്കാം. ഫില്ലിംഗ് ആണ്. ഫ്രൈഡൊക്കെ പരമാവധി നമ്മൾ ചൂടുകാലത്ത് അവോയ്ഡ് ചെയ്യാൻ നല്ലത് കേട്ടോ. അപ്പോൾ ഫ്രൈഡിൻ്റെ റെസിപ്പി ഇടുമ്പോൾ എല്ലാവരും ചോദിക്കുക എന്നും സ്നാക്സ് മാത്രമേ ഉള്ളൂ എന്ന്. സ്നാക്സ് നമ്മളെല്ലാവർക്കും റെസിപ്പി ആയിട്ട് ചെയ്യുന്നത്, അല്ലാതെ ഡെയിലി എണ്ണയിൽ വറുത്ത പലഹാരങ്ങളൊന്നും ഒട്ടും കഴിക്കാറില്ല കേട്ടോ. ഞങ്ങൾ കൂടുതലും ഇങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങൾ തന്നെയാണ്. പക്ഷേ റെസിപ്പി നമ്മൾ സമയം കിട്ടുമ്പോൾ ചെയ്യുമ്പോൾ ഇടുന്നേ ഉള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് റെഡി ആയിട്ടുണ്ട്.